തീയതി പോകണം. ഒന്നാം തീയതി പോകണം, ഒരു മാസം. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ജൂലൈ 1-ാം തീയതി അല്ലേ? ജൂലൈ 1-ാം തീയതി. ഓക്കെ ഓക്കെ ഓക്കെ. വീട് എവിടെ എന്നാ പറഞ്ഞ? വീട് കൊണ്ടോട്ടി. കൊണ്ടോട്ടി, മലപ്പുറം. അല്ലോ, ഒന്ന് വിളിച്ചോക്കട്ടെ. ഇപ്പോൾ ഫ്രീ ആയിരിക്കും അല്ലേ? രണ്ടാൾ നാട്ടിലെത്തിയല്ലോ. മൂപ്പര് നാട്ടിൽ തന്നെയുള്ളത്. മൂപ്പര് നാട്ടിൽ തന്നെയുള്ളത്. നമുക്ക് ഇടയിലൊരു ക്ലാസ് എപ്പോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലല്ലോ. കഴിഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ക്ലാസ് എല്ലാം ഉണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നല്ലോ. ഓക്കെ 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 ശരി ശരി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഡൗട്ടുണ്ടോ? കഴിഞ്ഞ വിഷയങ്ങൾ പറഞ്ഞതിൽ നോക്കിയിട്ട് നോക്കിയിട്ടില്ലേ? കുറച്ചായിട്ട് നോക്കി. എന്താ മനസ്സിലായത്? നോട്ട് കൊണ്ടുവന്നിട്ടില്ല നാട്ടിലേക്ക്? ഇതെന്തേല് ഇവിടുന്ന് എങ്ങനെ എഴുതി? ഇവിടുന്ന് വേറെ നോട്ടിൽ എഴുതോ? അവിടുന്ന് പകർത്തി എഴുതിയാൽ മതി. നമ്മളിവിടെ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മാ യുസന്നു തർക്കുഹാ ഫിൽ വുദൂഇ അല്ലേ? അവിടുന്ന് എടുക്കേണ്ടത്. അതിനും പറഞ്ഞത് മാ യുത്ലബു ഫി ജമീഇഹി, വുദൂ മുഴുവനത്തിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഷാനിദ് ഖാൻ്റെ ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട പറഞ്ഞത് അവിടെ എത്താൻ പറ്റില്ല. ഉപ്പാക്ക് എന്തോ പെട്ടെന്ന് കഴിയാതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പ്രയാസമാണെന്ന് പറഞ്ഞു. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. വുദൂ മുഴുവനത്തിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ, പാലിക്കപ്പെടേണ്ട സുന്നത്തുകൾ. അത് നമ്മൾ പറഞ്ഞു. ഇസ്തിസ്ഹാബുൻ നിയ്യത്തി, നിയ്യത്തിനെ ആദ്യാവസാനം വരെ കൊണ്ടുവരിക, മനസ്സിൽ കരുതുക അല്ലേ? ഇസ്തിസ്ഹാബുൻ നിയ്യത്തി, നിയ്യത്തിനെ ആദ്യാവസാനം അഥവാ നിയ്യത്തിനെ സഹവസിപ്പിക്കുക എന്നർത്ഥം. ആദ്യാവസാനം സഹവസിപ്പിക്കുക. തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സിലിങ്ങനെ ഞാൻ നിസ്കാരത്തിന് വേണ്ടിയിട്ട് വുദൂ ചെയ്യുന്നു എന്ന ഒരാശയം മനസ്സിലുണ്ടാവണം. രണ്ടാമത്തത് ഇസ്തിഖ്ബാലുൽ ഖിബില, ഖിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് വുദൂ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ അൽ വിലാഉ, തുടരെ തുടരെ വുദൂ ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുടരെ തുടരെ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. തർത്തീബ് അനുസരിച്ച് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ ഏത് തർത്തീബാ? വഴിക്ക് വഴിയായി ചെയ്യുക, ഒന്നിന് പിന്നിൽ ഒന്ന്. ഏത്? ഇപ്പോൾ മുഖം കഴുകിയതിന് ശേഷം മാത്രമേ കൈ കഴുകാൻ പറ്റൂ. കാരണം കൈ കഴുകാനുള്ള സമയം തുടങ്ങുന്നത് തന്നെ മുഖം കഴുകിയതിന് ശേഷമാണ്. കൈ കഴുകിയതിന് ശേഷം മാത്രമേ തല തടവാൻ പറ്റൂ. തല തടവിയതിന് ശേഷം മാത്രമേ ചെവി തടവാൻ പറ്റൂ. അപ്പോൾ ഓരോന്നിനും എന്തുണ്ട്? അതാണ് തർത്തീബ് എന്ന് പറഞ്ഞത്. വിലാ എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ ചെയ്യുക. ഒന്ന് ചെയ്ത ഉടനെ തന്നെ മറ്റൊന്ന് ചെയ്യണോ വേണ്ടേ? ഒന്ന് ചെയ്താൽ ഉടനെ തന്നെ മറ്റൊന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല, സുന്നത്ത് മാത്രമേ ഉള്ളൂ. വുദൂയിൽ തന്നെ ഇപ്പം മുഖം കഴുകിയ ഉടനെ തന്നെ കൈ കഴുകണമെന്നില്ല. പിന്നെയോ മുഖം കഴുകിയിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും വുദൂ സഹീഹാണ്, പക്ഷേ സുന്നത്ത് ഉടനെ തന്നെ ചെയ്യലാണ്. ഇപ്പോൾ മുഖം കഴുകിയിട്ട് മുഖത്തിലുള്ള വെള്ളം, മുഖത്തിലെ വെള്ളത്തിൻ്റെ അംശം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് കൈ കഴുകണം, അപ്പോഴാണ് സുന്നത്ത്. കൈ കഴുകിയിട്ട് കയ്യിലെ വെള്ളത്തിൻ്റെ അംശം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തല തടവണം. നമ്മൾ പറഞ്ഞു അല്ലേ? കേൾക്കുന്നില്ലേ? പിന്നെ മറ്റൊന്ന് തസ്ലീസ്, 3 വട്ടം കഴുകുക, എല്ലാം മൂന്നീകരിക്കുക. 3 വട്ടം എല്ലാം കഴുകണം. അത് കഴുകുന്നതാണെങ്കിലും തടവുന്നതാണെങ്കിലും അല്ലേ, എല്ലാം 3 വട്ടം ചെയ്യുക. കഴുകുന്നതാണെങ്കിലും തടവുന്നതാണെങ്കിലും തേച്ച് കഴുകുന്നതാണെങ്കിലും
തിക്കകറ്റുന്നതാണെങ്കിലും മിസ്വാക്ക് ചെയ്യുന്നതാണെങ്കിലും ദിക്റാണെങ്കിലും ഒക്കെ 3 വട്ടം എന്ത് ചെയ്യണം. അതേപോലെ പിന്നെ അടുത്ത സുന്നത്താണ് അൽ ഇഖ്തിസാറു അലൽ വാജിബി ലി ഇദ്റാക്കി ജമാഅത്തിൻ. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് വാജിബായ കാര്യം, വുളൂയിലെ വാജിബായ ഘടകത്തിൻ്റെ മേൽ മാത്രം ചുരുക്കി വുളൂ ചെയ്യുക. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായ രൂപത്തിലെല്ലാം 3 വട്ടം കഴുകിയിട്ട് വുളൂ ചെയ്യേണ്ടതില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെയോ ആ ജമാഅത്തിനിക്കാണ് പ്രാധാന്യം. അല്ല, നമ്മൾ ഈ വുളൂ ചെയ്യുന്നതിനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനമുള്ളതാണ് ജമാഅത്ത്. അപ്പോൾ വുളൂ ഫർളായ രൂപം മാത്രം ചെയ്തിട്ട് വേഗം ജമാഅത്തിലേക്ക് ഓടിപ്പോകണം. അതാണ് ജമാഅത്താണ് പ്രധാനം. അപ്പോൾ എന്ത് ചെയ്യണം? ഫർളായ രൂപം മാത്രം എടുത്തുകൊണ്ട് വേഗം പോകണം. 3 വട്ടം കഴുകണമെന്നില്ല ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ലി ഇദ്റാക്കി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട്, ജമാഅത്ത് നേടാൻ വേണ്ടിയിട്ട് വാജിബായ കഴുകലിൻ്റെ മേൽ, പ്രവർത്തനത്തിൻ്റെ മേൽ മാത്രം ചുരുക്കി വുളൂ ചെയ്തിട്ട് പോവുക. അൽ ഇഖ്തിസാർ ചുരുക്കലാണ്, അലൽ വാജിബി വാജിബായ ഘടകത്തിൻ്റെ മേൽ മാത്രം ചുരുക്കലാണ്, ഫർളായ ഘടകത്തിൻ്റെ മേൽ മാത്രം ചുരുക്കലാണ്, ലി ഇദ്റാക്കി ജമാഅത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട്, ജമാഅത്ത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്. ഇനിയോ ചില സമയത്ത് വാജിബായ കഴുകലിൻ്റെ മേൽ മാത്രം ചുരുക്കൽ നിർബന്ധമാകും, ഫർളായ കഴുകലിൻ്റെ മേൽ മാത്രം ചുരുക്കൽ നിർബന്ധമാകും. എപ്പോൾ? സമയം നിസ്കാരം ഖളാ ആവാനായി ഇടുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, നമ്മൾ പിന്നെ അസർ നിസ്കാരം അല്ലേ, ഇപ്പോൾ ബാങ്ക് 6:52 മഗ്രിബ് ബാങ്ക് 6:52 സമയം ഇപ്പോൾ 6:48 6:48 ഒരു വ്യക്തി അസർ നിസ്കരിച്ചിട്ടില്ല. അസർ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുന്ന സമയത്ത് അവന് എല്ലാം 3 വട്ടം കഴുകി പതുക്കെ വുളൂ ചെയ്താൽ മതിയാ? പറ്റൂല. കാരണം അവൻ പതുക്കെ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ഖളാ ആയി പോവും, ഇടുങ്ങിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യണം? സമയം വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. സമയം ഇടുങ്ങി കുടുസായി കഴിഞ്ഞാൽ വേഗം തന്നെ ഫർളായ കഴുകലിൻ്റെ മേൽ മാത്രം ചുരുക്കിയിട്ട് വുളൂ ചെയ്യേണ്ടതാണ്. എന്ത് പറ്റൂല? 3 പ്രാവശ്യം കഴുകേണ്ടതില്ല, നീട്ടി കഴുകേണ്ടതില്ല. അതാണ്. അപ്പോൾ സമയം എന്താണ്? ഹ്രസ്വമാണ്, സമയം ഇടുക്കമാണ്. ആ സമയത്ത് ഫർളായ കഴുകലിൻ്റെ മേൽ മാത്രം ചുരുക്കണം. അതേപോലെ വെള്ളം കുറച്ച് മാത്രമേ ഉള്ളൂ, കുറഞ്ഞ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോഴെന്ത് ചെയ്യണം? ഫർളായ കഴുകലിൻ്റെ മേൽ മാത്രം ചുരുക്കണം. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, അവന് മുഖം തന്നെ 3 വട്ടം കഴുകാൻ നിന്നാൽ കാല് കഴുകാൻ വെള്ളം എത്തൂല. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാം ഓരോ തവണ കഴുകി പോകണം. കാരണം മുഖം 3 തവണ, കൈ 3 തവണ കഴുകുമ്പോൾ തന്നെ വെള്ളം കാലിയായി പോകും. പിന്നെ ആ വുളൂ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ എന്ത് ചെയ്യണം? 1 വട്ടം മുഖം കഴുകണം, 1 വട്ടം കൈ കഴുകണം, 1 വട്ടം തല തടവുക, പിന്നെ കാലും കഴുകുക. അപ്പോൾ വെള്ളം കുറഞ്ഞ സമയത്തും വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടുന്ന സമയത്തും എന്ത് ചെയ്യണം? ഫർളായ കഴുകലിൻ്റെ മേൽ മാത്രം ചുരുക്കണം. മനസ്സിലായോ? അതേപോലെ അവിഹ്തിയാജിൻ ഇലൈഹി ലിഅത്ശി മുഹ്തറമിൻ, കണ്ടില്ലേ 25-ായ അവിഹ്തിയാജ് ഇലൈഹി, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ആവശ്യമാവലാണ് ലിഅത്ശി മുഹ്തറമിൻ, ഒരു ബഹുമാനിക്കപ്പെടേണ്ട ജീവിയുടെ ദാഹത്തിലേക്ക്, ജീവിക്ക് വേണ്ടിയിട്ട്, ഒരു ബഹുമാനിക്കപ്പെടുന്ന, ഒരു വന്ദിക്കപ്പെടേണ്ട ജീവിയുടെ ദാഹത്തിനിക്ക് വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാവലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്നൊരു ജീവിയുണ്ട്, പച്ചക്കരളുള്ള ഒരു ജീവിയുണ്ട്. ആ ജീവിക്ക് വെള്ളം കൊടുക്കണം. അപ്പോൾ ഞാൻ പൂർണ്ണമായ രൂപത്തിൽ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താവുകയില്ല? ആ ജീവിക്ക് കൊടുക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല, വെള്ളം ഫുള്ള് കാലിയായി പോകും. ഞാൻ പൂർണ്ണമായ രൂപത്തിൽ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം പൂർണ്ണമായിട്ടും കാലിയായി പോകും. അപ്പോൾ ഞാൻ അവിടെ മുന്തിക്കേണ്ടത് പൂർണ്ണമായ വുളൂവിനെയാണോ ആ ജന്തുവിൻ്റെ ദാഹത്തിനെയാണോ? ആ ജന്തുവിൻ്റെ ദാഹത്തിനിക്ക് മുൻഗണന കൊടുക്കണം. പച്ചക്കരളുള്ള ജന്തുവല്ലേ, അതിൻ്റെ ദാഹത്തിനിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വുളൂ ചുരുക്കണം. എന്ന് പറഞ്ഞാൽ മുഖവും കൈ മാത്രം കഴുകണമെന്നല്ല, പിന്നെയോ എല്ലാം 1 തവണ കഴുകി ചുരുക്കണം. അപ്പോൾ വെള്ളം ബാക്കിയുണ്ടാവും.
എല്ലാം 3 തവണ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ വുദൂ കാലിയായി, വെള്ളം കാലിയായി പോകും. അത്ഷ് എന്ന് പറഞ്ഞാൽ ദാഹം കേട്ടാ, തേസ്റ്റി. മുഹ്തറമിൻ എന്ന് പറഞ്ഞാൽ വന്ദിക്കപ്പെടേണ്ട ജീവി. വന്ദിക്കപ്പെടേണ്ട ജീവി എന്ന് പറഞ്ഞാൽ വന്ദിക്കപ്പെടാത്ത ജീവിയുണ്ട്. പന്നി വന്ദിക്കപ്പെടാത്ത ജീവിയാണ്. അതേമാതിരി എന്താണ് അക്രമകാരിയായ തെരുവ് നായ വന്ദിക്കപ്പെടാത്ത ജീവിയാണ്. പാമ്പ് വന്ദിക്കപ്പെടാത്ത ജീവിയാണ്. അങ്ങനത്തെ തേള് വന്ദിക്കപ്പെടാത്ത ജീവിയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ എന്താണ് വന്ദിക്കപ്പെടാത്ത ജീവി. കൊല്ലൽ അനുവദിക്കപ്പെട്ട ജീവികളുണ്ട്, അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. പാമ്പ്, തേള്, അതേമാതിരി ഭ്രാന്തൻ നായ, ഇതൊക്കെ കൊല്ലൽ അനുവദനീയമായ ജീവിയാണ്. അതൊന്നും വന്ദിക്കപ്പെടാത്ത ജീവികളാണ്. അപ്പം അതിന് കൊടുക്കണമെന്നില്ല. അല്ലാത്ത ബാക്കി നമുക്ക് ഉപദ്രവം ചെയ്യാത്ത, ദ്രോഹം ചെയ്യാത്ത ജീവി ഉണ്ടല്ലോ, ആ ജീവിയാണെങ്കിൽ അതിന് വെള്ളം കൊടുക്കണം. കൊടുക്കൽ നിർബന്ധമാണെന്നർത്ഥം. ആ ഒരു ജീവി ഇങ്ങനെ ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്നുണ്ട്, നമ്മൾ പൂർണ്ണമായ രൂപത്തിൽ വുളു എടുത്തിട്ട് അതിൻ്റെ ദാഹം നമ്മൾ എന്ത് ചെയ്യരുത്, കാണാതെ പോകരുത്. അത് ഹറാമാണ്. മനസ്സിലായോ? ഇനി വാവ്, ഇവിടെ വാവ് എന്നുണ്ടല്ലേ, അടുത്ത ഭാഗം മാ യുസന്നു തർക്കുഹാ ഫിൽ വുദൂ. ഇതുവരെ നമ്മൾ വുദൂയിൽ ചെയ്യേണ്ട, പാലിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മാ യുസന്നു, ചില കാര്യങ്ങൾ, യുസന്നു സുന്നത്താണ്, തർക്കുഹ ആ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കൽ സുന്നത്താണ്, ഫിൽ വുദൂയിൽ. വുദൂയിൽ ഉപേക്ഷിക്കൽ, ഒഴിവാക്കൽ സുന്നത്തായ കാര്യങ്ങൾ ചിലതുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ. വുദൂയിൽ ഒഴിവാക്കേണ്ട, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഉപേക്ഷിക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ സുന്നത്തായ കാര്യങ്ങൾ 26. ഓക്കെ, ഇനിയോ 26 എഴുതുന്നുണ്ടല്ലോ അല്ലേ? 26 പോയിന്റ് നോക്ക്. അൽ വുദൂ ഫീ മഹല്ലിർ റശാഷ്. അൽ വുദൂ ഫീ മഹല്ലിർ റശാഷ്, അത് എന്താണ്, ഒഴിവാക്കൽ സുന്നത്താണ്. അൽ വുദൂ ചെയ്യൽ ഫീ മഹല്ലിർ റശാഷി, തെറിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട്. വെള്ളം ഇങ്ങനെ തെറിക്കുന്ന സ്ഥലത്ത് വുദൂ ചെയ്യൽ എന്താണ്, വുദൂ ചെയ്യലിനെ ഒഴിവാക്കൽ സുന്നത്താണ്. തെറിക്കുന്ന സ്ഥലത്ത് വെച്ച് വുദൂ ചെയ്യലിനെ ഒഴിവാക്കൽ സുന്നത്താണ്. അൽ വുദൂ ഫീ മഹല്ലിർ റശാഷ്. റശാഷ് പറഞ്ഞാൽ തെറിക്കുക. തെറിക്കുന്ന സ്ഥലത്ത് വുദൂ ചെയ്യലിനെ ഒഴിവാക്കൽ സുന്നത്താണ്. തെറിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താഴെ നജസോ പിന്നെ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തെറിക്കാത്ത സ്ഥലത്ത് വെച്ച് വുദൂ ചെയ്യേണ്ടതാണ്. തെറിക്കുന്ന ഇങ്ങനെ ഡ്രസ്സിലേക്കും അവയവങ്ങളിലേക്ക് ചെളിയോ മാലിന്യങ്ങളോ നജസോ ഒക്കെ തെറിക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, ആ തെറിക്കുന്ന സ്ഥലത്തിൽ വുദൂ ചെയ്യലിനെ ഒഴിവാക്കൽ സുന്നത്താണ്. അവിടെ വെച്ച് വുദൂ ചെയ്യാതിരിക്കൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? ഇനിയോ 27 നഖ്സു മാഇൽ വുദൂഇ അൻ മുദ്ദിൻ. കണ്ടാ, നഖ്സു മാഇൽ വുദൂ ചെയ്യുന്ന വെള്ളം ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ്. അൻ മുദ്ദിൻ, ഒരു മുദ്ദിനേക്കാളും, വുദൂ ചെയ്യുന്ന വെള്ളം ഒരു മുദ്ദിനേക്കാളും ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ്. ഒരു മുദ്ദ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലില്ലേ, ഇന്ന് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കിട്ടുന്നില്ലേ, ആ 1 ലിറ്ററിൻ്റെ ബോട്ടിലിനേക്കാളും കുറഞ്ഞ വെള്ളമാണ് മുദ്ദ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സാധാരണ ഒരു മുദ്ദ് കൊണ്ട് വുദൂ ചെയ്യാറുണ്ടായിരുന്നു, ഒരു സാഅ് വെള്ളം കൊണ്ട് പിന്നെ കുളിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്.
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിമുദ്ദിൻ വയഗ്തസിലു ബിസാഅ. ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളൂ ചെയ്യാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 800 മില്ലി ലിറ്റർ. 800 മില്ലി ലിറ്ററിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഒരു മുദ്ദ് എന്ന് പറയാം. ഏകദേശം 3200 3200 മുതൽ ഒരു 3300 വരെയുള്ള 3 ലിറ്റർ 200 മില്ലി ലിറ്റർ അല്ലെങ്കിൽ 300 മില്ലി ലിറ്റർ വെള്ളത്തെക്കുറിച്ച് നമുക്ക് ഒരു സാഴ് എന്ന് പറയാം. റസൂലുള്ളാഹി തങ്ങൾ ഒരു സാഴ് വെള്ളത്തിൽ കുളിക്കുമായിരുന്നു. നമ്മൾ നോക്കി നോക്കുക, 1 ലിറ്ററിൻ്റെ ഒരു ലിറ്ററിൻ്റെ ഒരു 3 ബോട്ടിലും പിന്നെ ഒരു ചെറിയ ഗ്ലാസ്സിലുള്ള വെള്ളവും, അത്ര വെള്ളം റസൂലുള്ളാഹി തങ്ങൾ അത്ര വെള്ളത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കുളിക്കുമായിരുന്നു. വെള്ളം ഉപയോഗിക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്? വുളൂ ചെയ്യാനുള്ള വെള്ളം ഒരു മുദ്ദ് വെള്ളത്തേക്കാളും ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ്. അതിപ്പോൾ സ്വാഭാവികമായി നടക്കൂല. നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദ് വെള്ളത്തിനേക്കാളും ചുരുങ്ങുന്നൊരവസ്ഥ ഇപ്പോഴും ഉണ്ടാവുന്നേ ഇല്ല. നമ്മൾ ടാപ്പ് തിരിച്ചാൽ തന്നെ എത്ര വെള്ളം വരും? ബക്കറ്റ് കണക്കിന് വെള്ളങ്ങളാണ് നമ്മളൊരു വുളൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു തവണ മുഖം കഴുകാൻ തന്നെ വേണം ഒരു മുദ്ദ് വെള്ളം. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളൂ ചെയ്യുമായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് വുളൂ എടുക്കാനുള്ള വെള്ളം അതിൻ്റെ ടോട്ടൽ അളവ് ഒരു മുദ്ദിനേക്കാളും കുറയാതിരിക്കൽ സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളം, 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി, അതിൻ്റെ ഒരു 1/4 ഭാഗം ഒരു 800 മില്ലി ലിറ്റർ വെള്ളത്തെക്കാളും ചുരുങ്ങാതിരിക്കൽ എന്താണ്? സുന്നത്താണ്. മനസ്സിലായില്ലേ? ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ പുതിയ കണക്കനുസരിച്ച്, ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് 800 മില്ലി ലിറ്റർ. നമ്മൾ സാധാരണ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ആൾക്കാരുണ്ടല്ലോ, ഫിത്ർ സക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് ഒരു വ്യക്തിക്ക് ഒരു സാഴ് കൊടുക്കണം. ഒരു സാഴ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്, 4 മുദ്ദാണ്. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ കണക്കാക്കുന്നത്? ഒരു സാഴ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്. അപ്പോൾ 1 × 4 അല്ല, മുദ്ദിൻ്റെ 4 കൊണ്ട് ഒരു മുദ്ദിനെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഒരു സാഴ് കിട്ടും. നമ്മൾ ഒരു സാഴ് അരിയാണ് സാധാരണ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഒരു 3 കിലോ, ഒരു 3200 3200 ആ അളവിലാണ് കൊടുക്കേണ്ടത്. 3200 3300 ഒക്കെ വരും. കിലോഗ്രാമിലേക്ക് തൂക്കുമ്പോൾ 3200 3300 ഒക്കെ വരും. നമ്മൾ ലിറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് 800 മില്ലി ലിറ്ററാണ് 800 മില്ലി ലിറ്ററാണ് ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ എത്ര? 800 മില്ലി ലിറ്റർ. അപ്പോൾ ഒരു സാഴ് എന്ന് പറഞ്ഞാൽ അതിന് 4 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര? 3 ലിറ്റർ 200 മില്ലി ലിറ്റർ. അപ്പോൾ നമ്മളിവിടെ ഒരു സാഴ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഒരു മുദ്ദിനേക്കാളും വെള്ളം, വുളൂവിൻ്റെ വെള്ളം ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഒരു മുദ്ദ് വെള്ളമെങ്കിലും 800 മില്ലി ലിറ്റർ വെള്ളമെങ്കിലും വുളൂ ചെയ്യാനുള്ള വെള്ളം ഉണ്ടാവണം. വിചാരിച്ചു കഴിഞ്ഞാൽ, വളരെ സൂക്ഷ്മമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ പോലും വുളൂ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഒരു അറബി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്ലാസ് വെള്ളത്തിൽ വുളൂ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായ രൂപത്തിൽ കുറച്ചിങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ വുളൂ ചെയ്യുന്നുണ്ട്. പറ്റുന്നുണ്ട്. അത്രയും സൂക്ഷിച്ചാൽ പറ്റും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ വുളൂ ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ ഭയങ്കര റിസ്ക്കാണ്. അപ്പം നമ്മൾ മിനിമം 1 ലിറ്റർ വെള്ളമെങ്കിലും ഉണ്ടാവണമെന്ന് അർത്ഥം. അതിനേക്കാളും ചുരുങ്ങാൻ പാടില്ല. ഇനിയോ 28ാമത്തെ സുന്നത്ത് നോക്ക്. 28 അൽ-ഇസ്തിആനത്തു ബിലാ ഉദ്രിൻ. അൽ-ഇസ്തിആനത്തു സഹായം ചോദിക്കലിനെ ഒഴിവാക്കലും സുന്നത്താണ്. ബിലാ ഉദ്രിൻ കാരണമില്ലാതെ സഹായം അഭ്യർത്ഥിക്കലിനെ ഒഴിവാക്കലും സുന്നത്താണ്. വുളൂ ചെയ്യുന്ന സമയത്ത് ആ വെള്ളം കൊണ്ടുപോടാ, ആ പാട്ട കൊണ്ടുപോടാ, ആ തോർത്ത് കൊണ്ടുപോടാ എന്നിങ്ങനെ സഹായം ചോദിക്കാതിരിക്കലും സുന്നത്താണ്. മനസ്സിലായോ? നമ്മൾ സാധാരണ ഭാര്യമാരോട് പറയാറുണ്ടല്ലോ, കുളിക്കാൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആ സോപ്പ് കൊണ്ടുപോകണേ, ആ തോർത്ത് കൊണ്ടുപോകണേ, ആ ഷാമ്പു കൊണ്ടുപോകണേ, ബക്കറ്റ് കൊണ്ടുപോകാം, പാട്ട്. വുളൂവിൻ്റെ സമയത്ത് അങ്ങനെ ചോദിക്കാതിരിക്കൽ സുന്നത്താണ്. അൽ-ഇസ്തിആനത്തു ബിലാ ഉദ്രിൻ. കാരണമില്ലാതെ, അത്യാവശ്യം ഒരു ഘട്ടമാണ്, അത്യാവശ്യമായിട്ടൊരു കാരണം വന്നു കഴിഞ്ഞാൽ, എമർജൻസി ആയിട്ടൊരു കാരണം വന്നു കഴിഞ്ഞാൽ ഓക്കെ. കാരണമില്ലാതെ, ശറയിൽ പരിഗണിക്കപ്പെടുന്ന കാരണമില്ലാതെ സഹായം അഭ്യർത്ഥിക്കലും
സഹായം അഭ്യർത്ഥിക്കലിനെ ഒഴിവാക്കൽ സുന്നത്താണ്. സുന്നത്താണ് വുളൂഇൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഒഴിവാക്കൽ സുന്നത്താണ്. ചെയ്യൽ സുന്നത്താണെന്നല്ല, ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഒഴിവാക്കൽ സുന്നത്താണ്. ഇനിയോ 29-ാമത്തത് അൽ ഇസ്റാഫു ഫിൽ മാ, വെള്ളത്തിൽ അമിതത്വത്തിനെ ഒഴിവാക്കലും സുന്നത്താണ്. ശരിയല്ലേ? അൽ ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ അമിതത്വം കാണിക്കുക, അമിതത്വം ധാരാളിത്തം കാണിക്കുക. ഫിൽ മാ, വെള്ളം. അപ്പോൾ വെള്ളത്തിൽ ധാരാളിത്തം കാണിക്കുക, വെള്ളത്തിൽ അമിതത്വം കാണിക്കുക, അതിനെ ഒഴിവാക്കലും സുന്നത്താണ്. അപ്പോൾ അമിതമായിട്ട് വെള്ളം ഇങ്ങനെ വേസ്റ്റാക്കി വുളൂ ചെയ്യലും സുന്നത്താണ്. ടാപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഓൻ അപ്പുറത്തുണ്ടാവും, അല്ലെങ്കിൽ ഓനിങ്ങനെ കൈ കഴുകുന്നുണ്ടാവും, കുറേ വസ്വാസ്. അപ്പോൾ ടാപ്പിൽ ഏകദേശം എത്ര വെള്ളം, എത്ര ലിറ്റർ, 10, 20, 30 ലിറ്റർ വെള്ളം പോയിട്ടുണ്ടാവും. ഓനിങ്ങനെ ടാപ്പ് തുറന്നിട്ട് ഓന് വുളൂ എടുത്ത് തീരുന്നതിൻ്റെ ഇടയിൽ എത്ര ലിറ്റർ വെള്ളം പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ടാപ്പ് തിരിക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം, ടാപ്പ് ഫുള്ളായി തിരിച്ച് വെക്കരുത്, വളരെ കുറച്ച് മാത്രം തിരിക്കുക. എന്നിട്ട് വേഗം വുളൂ ചെയ്ത് പൂർത്തീകരിക്കുക. വെള്ളമൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രയാസം അറിയാത്തത് കൊണ്ടാണ്. വെള്ളത്തിൻ്റെ പ്രയാസം അറിയുന്ന നാടുകളിലേക്കും ദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളത്തിന് വേണ്ടി നമ്മൾ നോർത്തിലൊക്കെ സംസാരിക്കുന്ന കേൾക്കാം. നോർത്ത് രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ ഒരു ടാങ്ക്, പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട്, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിലോമീറ്ററുകളോളം സ്ത്രീകൾ സഞ്ചരിക്കും, ഒരു കുടവും പിടിച്ചിട്ട്, ഒരു കുടം വെള്ളത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള ചിത്രങ്ങളാണ്. എവിടുന്ന്? രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ. ഒരു കുടം വെള്ളം കിട്ടാൻ വേണ്ടി, കുടിക്കുന്ന വെള്ളം, ഉപയോഗപ്രദമായ ഒരു വെള്ളത്തിന് വേണ്ടി രണ്ട് കുടം വെള്ളത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം. പഞ്ചായത്ത് പിന്നെ ടാപ്പിൽ മാത്രമേ വെള്ളം ഉണ്ടാവൂ, അല്ലേ? പഞ്ചായത്ത് ടാപ്പിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ടാപ്പിൽ മാത്രം എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അല്ലെങ്കിൽ സിറ്റിയിൽ ഒരു സ്ഥലത്ത് മാത്രമേ, പിന്നെ നഗരസഭയുടെ അടുത്ത് മാത്രമേ വെള്ളം ഉണ്ടാവൂ. എല്ലാ വീടുകളിലും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? വെള്ളത്തിൽ, അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമുദ്രത്തിൽ വെച്ചാണ് വുളൂ ചെയ്യുന്നതെങ്കിലും സൂക്ഷിച്ച് മാത്രം വുളൂ ചെയ്യണം. ധാരാളിത്തം കാണിക്കരുത്. ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. ധാരാളിത്തം കാണിക്കൽ അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. അമിതത്വം കാണിക്കുക എല്ലാത്തിലും. അത് പൈസയുടെ വിഷയത്തിലാണെങ്കിലും, അത് ഭക്ഷണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും, പത്രാസിൻ്റെ വിഷയത്തിലാണെങ്കിലും, വാഹനത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും. വാഹനം ആവശ്യത്തിലധികം വാങ്ങുക, വീട് ആവശ്യത്തിനേക്കാൾ വലുത് കെട്ടുക, പണം ആവശ്യത്തിലധികം ചെലവഴിക്കുക, ഭക്ഷണങ്ങൾ ആവശ്യത്തിലധികം വാങ്ങുക, ഇതൊക്കെയും ധാരാളിത്തത്തിൻ്റെ അടയാളമാണ്. ധാരാളിത്തം അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ നമ്മളിവിടെ വുളൂയിൽ ഈ പോയിന്റ് പറയലോടുകൂടി ഒരുപാട് പോയിന്റുകളിലേക്കുള്ളൊരു സൂചന കൂടിയാണ്. അപ്പോൾ അൽ ഇസ്റാഫു ഫിൽ മാ, വെള്ളത്തിൽ അമിതത്വം കാണിക്കുക, അതിനെ ഒഴിവാക്കലും സുന്നത്താണ്. ധാരാളിത്തം കാണിക്കലിനെ ഒഴിവാക്കലും സുന്നത്താണ്. അതുകൊണ്ടാണ് നമ്മൾ മുഖം എത്ര വട്ടം കഴുകണം വുളൂയിൽ? സാധാരണ സുന്നത്തായ രൂപം 3 വട്ടം, 4 വട്ടം കഴുകൽ കറാഹത്താണ്. ഇനിയും 30-ാമത്തെ പോയിന്റ് അത്തകല്ലുമു ബിലാ ഉദ്രിൻ, അത്തകല്ലുമു സംസാരിക്കലാണ്, ബിലാ ഉദ്രിൻ കാരണമില്ലാതെ സംസാരിക്കലും കറാഹത്താണ്. അത്യാവശ്യം വന്ന് സംസാരിക്കാം. ശരിയല്ല? വുളൂ ചെയ്യുന്ന ഇടയിൽ എന്ത് ചെയ്തു? വുളൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വഴുതി വീണു. അപ്പോൾ എന്നും സംസാരിക്കണമല്ലോ, ആരോടെങ്കിലും സഹായം ചോദിക്കണമല്ലോ, അങ്ങനെ സംസാരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തായി, പിന്നെ ടാപ്പിൽ വെള്ളം നിന്നു, ടാപ്പ് ബ്ലോക്കായി, അല്ലെങ്കിൽ ടാങ്കിൽ വെള്ളം കഴിഞ്ഞു, അങ്ങനെയൊക്കെ സംസാരിക്കാം. ആവശ്യത്തിന് സംസാരിക്കാം. ആവശ്യമില്ലാതെ സംസാരിക്കലിനെ ഒഴിവാക്കലും, അതാണ് ബിലാ ഉദ്ർ എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെ, ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കലും സുന്നത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത സഹായം ചോദിക്കലിന് ഒഴിവാക്കൽ സുന്നത്താണെന്ന് പറഞ്ഞില്ലേ? ആവശ്യമുണ്ടെങ്കിൽ സഹായം ചോദിക്കാം. ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ അത് കൊണ്ടോ മറ്റേത് കൊണ്ടോ മറിച്ച് കൊണ്ടോ തോർത്ത് കൊണ്ടോ ബക്കറ്റ് കൊണ്ടോ പാട്ട കൊണ്ടോ എന്നൊന്നും പറയാൻ പാടില്ല. പറയാതിരിക്കൽ സുന്നത്താണ്. അപ്പോൾ ഒരുപാട് സുന്നത്തുകൾ വുളൂവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനിയോ 31-ാമത്തെ സുന്നത്ത് നോക്ക്, ലത്തുമു വജിഹിഹി ബിൽ മാ. ലത്തുമു വജിഹിഹി, അവൻ്റെ മുഖത്തെ അടിക്കലാണ്, ബിൽ മാ, വെള്ളം കൊണ്ട് മുഖത്ത് അടിക്കുക. ഇങ്ങനെ നമ്മൾ കയ്യിൽ വെള്ളം കോരിയിട്ട് ഒറ്റ ഏറ് മുഖത്തേക്ക്, അത് ചെയ്യാൻ പാടില്ല. പിന്നെന്ത് ചെയ്യണം? വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കണം. നമ്മൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പതുക്കെ കൊണ്ടുപോയിട്ട് അവയവത്തിൽ വെച്ച് ഒലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളത്തെ മുഖത്തിലേക്ക് എറിയാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ സാധാരണയായിട്ട് ഉറക്കുന്നൊക്കെ എണീച്ച് കഴിഞ്ഞാൽ വെള്ളം എറിയുമല്ലോ കണ്ണിലേക്ക്.
കണ്ണിലേക്ക് നമ്മൾ ബേസിൻ്റെ അടുത്ത് പോയിട്ട് വെള്ളം എറിയൂലേ, ബേസിൻ്റെ അടുത്ത് പോയിട്ട് നല്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ കണ്ണൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി വെള്ളം എറിയും. അതേപോലെ വുളൂവിൽ ചെയ്യരുത്, വെള്ളം മുഖത്തിലേക്ക് എറിയാൻ പാടില്ല. അതാണ് ലത്തുമു വജിഹിഹി, അവൻ്റെ മുഖത്തേക്ക് എറിയുക, ബിൽമ ഈ വെള്ളത്തെ, അതിനെ ഒഴിവാക്കലും സുന്നത്താണ്. അതെ. പിന്നെയോ 32-ാമത്തെ അന്നഫ്ദു ബിലാ ഉദ്രിൻ. അന്നഫ്ദു നഫ്ദു എന്ന് പറഞ്ഞാൽ ഊറ്റിക്കളയുക, വെള്ളത്തെ ഊറ്റിക്കളയലും ഊറ്റിക്കളയലാണ് ബിലാ ഉദ്രിൻ, ആവശ്യമില്ലാതെ കാരണമില്ലാതെ വെള്ളത്തെ ഊറ്റിക്കളയലിനെ ഒഴിവാക്കലും സുന്നത്താണ്. നമ്മൾ അവയവങ്ങളിൽ വെള്ളം ഉണ്ടാവല്ലേ, നമ്മൾ മുഖം കഴുകി കഴിഞ്ഞു, കൈ കഴുകി കഴിഞ്ഞു, അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം കയ്യിലുണ്ടാകും, മുഖത്തിലുണ്ടാകും, അതിങ്ങനെ വടിച്ച് കളയുക, അതിനെ ഒഴിവാക്കലും സുന്നത്താണ്. വുളൂഇൻ്റെ വെള്ളം അവയവത്തിൽ ഉണങ്ങുന്നത് വരെ ഉണ്ടാവട്ടെ, എന്തിനീ വടിച്ച് കളയുന്നത്, ഊറ്റിക്കളയുന്നത്? നല്ലതല്ലേ? കാരണം വുളൂഇൻ്റെ വെള്ളം അവയവത്തിലുള്ള കാലത്തോളം നമുക്ക് വലിയ പ്രൊട്ടക്ഷനാണ്. ആ ഒരു തുള്ളി, ഓരോ തുള്ളികളും ഇറ്റിപ്പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പാപക്കറകൾ ഇങ്ങനെ മാഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര തുള്ളികൾ ഉറ്റുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളെ പാപക്കറകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ പോകും. നമ്മളെ കറുത്ത ഡോട്ടുകൾ, ഹൃദയത്തിലുള്ള കറുത്ത കുത്തുകൾ ഓരോന്നും മാഞ്ഞുകൊണ്ടേ പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യരുത്, വുളു കഴിഞ്ഞ് ഉടനെ തന്നെ വടിച്ച് കളയരുത് വെള്ളം. അത് അവിടെ തന്നെ അവയവങ്ങൾ തന്നെ ഇരിക്കട്ടെ ആ വെള്ളം. അതാണ് അന്നഫ്ലു, എന്താണ്, ഊറ്റിക്കളയലാണ് ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ വെള്ളത്തെ അവയവത്തിൽ നിന്ന് ഊറ്റിക്കളയലിനെ ഒഴിവാക്കലും സുന്നത്താണ്. 33 അത്തൻഷീഫു, തോർത്തലാണ് ബിലാ ഉദ്രിൻ, ആവശ്യമില്ലാതെ കാരണമില്ലാതെ വെള്ളത്തെ തോർത്തിക്കളയലിനെ ഒഴിവാക്കലും സുന്നത്താണ്. കാരണമില്ലാതെ അവയവങ്ങളിലെ വെള്ളത്തെ തോർത്തിക്കളയുക, അതിനെ ഒഴിവാക്കലും സുന്നത്താണ്. അപ്പോൾ തോർത്തിക്കളയാനും പാടില്ല. തോർത്തുമ്പോൾ നമ്മൾക്ക് കൈ കൊണ്ട് തോർത്തോ, കൈ കൊണ്ട് വടിച്ച് കളയൽ എങ്ങനെയാണ്, ഊറ്റിക്കളയൽ കൈ കൊണ്ട് അല്ലേ, കൈ കൊണ്ട് ഊറ്റിക്കളയുക. ആ, അപ്പോൾ നഫ്ള് എന്ന് പ്രയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? നഫ്ള് എന്ന പ്രയോഗത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കൈനെയാണ് അല്ലേ, കൈ കൊണ്ട് ഊറ്റിക്കളയുക. തൻഷീഫ് എന്ന് പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന വസ്തു എന്താണ്? തോർത്ത്, ടവല്, കർച്ചീഫ്. കാരണം തോർത്തിക്കളയാണെങ്കിൽ എന്ത് വേണം? കർച്ചീഫോ ടവലോ തുണിയോ മറ്റോ വേണം. ഊറ്റിക്കളയാൻ എന്ത് മതി? കൈ, വിരലുകൾ തന്നെ മതി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. വുളൂഇൻ്റെ വെള്ളം അവയവത്തിൽ തന്നെ ഇരിക്കട്ടെ എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനിയോ ഒരു മിനിറ്റ്, ഇപ്പോൾ വരുന്നേ, ജസ്റ്റ് ഇനിയോ അടുത്ത സബ് ഹെഡിങ് നോക്ക്. വുളൂഇൻ്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട അടുത്ത യൂണിറ്റ്, അടുത്ത സബ് ഹെഡിങ് നോക്ക്. സബ് ഹെഡിങ് മാ യുത്ലബു ബഅദൽ വുളൂ, നമ്മൾ വുളൂഇൻ്റെ തുടക്കത്തിൽ പാലിക്കേണ്ട സുന്നത്തുകൾ, വുളൂഇൻ്റെ ഇടയിൽ പാലിക്കേണ്ട സുന്നത്തുകൾ, വുളൂയിൽ മുഴുവനായിട്ടും പാലിക്കേണ്ട സുന്നത്തുകൾ, അതേപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുമ്പോഴും പാലിക്കേണ്ട സുന്നത്തുകൾ, പിന്നെ വുളൂയിൽ ഒഴിവാക്കേണ്ട സുന്നത്തുകൾ. ഇനി അവസാന പോയിന്റ്, മാ യുത്ലബു ബഅദൽ വുളൂ, വുളൂഇന് ശേഷം പാലിക്കപ്പെടേണ്ട സുന്നത്തുകൾ. ചില സുന്നത്തുകൾ യുത്ലബു, അതിനെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ബഅദൽ വുളൂ, വുളൂഇന് ശേഷം നിർദ്ദേശിക്കപ്പെട്ട സുന്നത്തുകൾ.
നോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 34-ാമത്തെ പോയിന്റ് നോക്ക്. അശ്ശുർബു മിൻ ഫദ്ലി വദൂഇഹി. അശ്ശുർബു മിൻ ഫദ്ലി വദൂഇഹി. അശ്ശുർബു കുടിക്കലാണ്. മിൻ ഫദ്ലി വദൂഇഹി അവൻ വുളൂ ചെയ്ത ശേഷിച്ച വെള്ളത്തിൽ നിന്നും അല്പം കുടിക്കലും സുന്നത്താണ്. നമ്മൾ ചെയ്യാറുണ്ടോ? അശ്ശുർബു കുടിക്കലാണ്. മിൻ ഫദ്ലി ശേഷിച്ചതിൽ നിന്ന്, വദൂഇഹി അവൻ്റെ വുളൂ ചെയ്ത വെള്ളത്തിൽ നിന്നും. വുളൂ എന്ന് പറഞ്ഞാൽ ആ വുളൂ ചെയ്യുന്ന പ്രോസസ്സ്. വുളൂ എന്ന് പറഞ്ഞാൽ വാവിനിക്ക് ലമ്മുള്ള വുളൂ എന്ന് പറഞ്ഞാൽ വുളൂ എന്ന പ്രോസസ്സ്. വദൂ എന്ന് പറഞ്ഞാൽ വാവിനിക്ക് ഫത്ഹുള്ള വദൂ എന്ന് പറഞ്ഞാൽ വുളൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം. അപ്പോൾ മിൻ ഫദ്ലി വദൂഇഹി എന്ന് പറഞ്ഞാൽ അവൻ വുളൂ ചെയ്ത വെള്ളത്തിൽ നിന്ന്, അവൻ വുളൂ ചെയ്ത വെള്ളത്തിലെ ശേഷിച്ചതിൽ നിന്ന്. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ശേഷിച്ചത്, വദൂഇഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം. അവൻ വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിലെ ശേഷിച്ചതിൽ നിന്നും അല്പം കുടിക്കലാണ്. കുടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിക്കലല്ല, ഫുൾ അങ്ങനെ തന്നെ കോരി ഹൗളിൽ നിന്ന് എടുത്ത് കുടിക്കാനല്ലേ പറഞ്ഞത്. പിന്നെയോ എല്ലാം കാലെല്ലാം കഴുകി കഴിഞ്ഞാൽ കാലും കഴുകിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് കയ്യിലുള്ള വെള്ളം ആ ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട്, നമ്മൾ വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ബറക്കത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുടിക്കണം. ആര് കുടിക്കാൻ പാടില്ല? നോമ്പുകാരൻ കുടിക്കാൻ പാടില്ല. ഓന് അഞ്ച് വക്കത്ത് നിസ്കാരത്തിൽ കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് സർവത്ത് കുടിച്ച ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ അവൻ്റെ നോമ്പിനെ കൊണ്ട് കഥയില്ലല്ലോ. അപ്പോൾ നോമ്പുകാരനെ ചെയ്യാൻ പാടില്ല. നോമ്പുകാരന് ആ സുന്നത്തില്ല. അത് ആളും സാഹചര്യം അനുസരിച്ചിട്ടാണ് ഈ സുന്നത്തൊക്കെ വരുന്നത്. നോമ്പുകാരൻ അങ്ങനെ കുടിക്കാനേ പാടില്ല, ഹറാമാണ് കുടിക്കൽ. ഇനിയോ 35-ാമത്തെ സുന്നത്ത് നോക്ക്. റഷു ഇസാരിഹി ബിഹി ഇൻ തവഹമ ഹുസൂല മുഖദ്ദരിൻ ലഹു ദഫ്അൻ ലിൽ വസ്വാസ്. കണ്ടോ? റഷു ഇസാരിഹി അവൻ്റെ അരയുടുപ്പ്, അവൻ്റെ തുണി ആവട്ടെ, പാവാടയാവട്ടെ, എന്തോ ആവട്ടെ, അവൻ്റെ അരയുടുപ്പിലേക്ക് തെറിപ്പിക്കലാണ്. ബിഹി ആ വെള്ളത്തെ, ബിഹി എന്ന് പറഞ്ഞാൽ ആ വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തെ എന്ത് ചെയ്യണം? അവൻ്റെ അരയുടുപ്പിലേക്ക് തെറിപ്പിക്കണം. റഷു തെറിപ്പിക്കണം. ഇസാരി അവൻ്റെ അരയുടുപ്പിനെ തെറിപ്പിക്കണം. ബിഹി ആ വെള്ളം കൊണ്ട് തെറിപ്പിക്കണം. എപ്പോൾ? ഇൻ തവഹമ അവൻ മനസ്സിലാക്കുകയാണെങ്കിൽ, ഹുസൂല മുഖദ്ദരിൻ അല്ലേ, മുഖദ്ദിരിൻ, ഹുസൂല മുഖദ്ദിരിൻ വല്ല മാലിന്യവും എത്തിയിട്ടുണ്ട്, ലഹു ആ അരയുടുപ്പിലേക്ക് വല്ല മാലിന്യവും എത്തിയിട്ടുണ്ട് എന്നവൻ ധരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ആ അരയുടുപ്പിലേക്ക് തെറിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ദഫ്അൻ ലിൽ വസ്വാസ് ആ വസ്വാസിനെ, ആ മനസ്സിലൊരു കുത്തുണ്ടല്ലോ, മനസ്സിലൊരു ആശയക്കുഴപ്പം, ആ വസ്വാസിനെ തടയാൻ വേണ്ടിയിട്ട്, ആ വസ്വാസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് വെള്ളമെടുത്ത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അതെന്താണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചില സമയത്ത് വുളൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സംശയം വരും, മൂത്രം ഊറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം പോലെ വരുന്നില്ലേ? അത് ചില ആളുകൾക്ക് ഉണ്ടാവും. എല്ലാവരെ കുറിച്ചല്ല പറഞ്ഞത്. എന്തെങ്കിലും മൂത്രം ഊറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ തോന്നിവാസത്തിനൊന്നും പ്രസക്തിയില്ല ഇസ്ലാമിൽ. അപ്പോൾ തോന്നുന്നതിനൊന്നും കാര്യം ഉറപ്പിച്ചാൽ മാത്രമാണ് കാര്യം. മൂത്രം ഊറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പോയിട്ട് കഴുകണം. ഇനി മൂത്രം മുറ്റുന്നുണ്ടോ എന്ന് സംശയം പോലെയൊക്കെ വരികയാണെങ്കിൽ ആ സംശയം ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തെടുത്തിട്ട് ഒന്ന് കുടഞ്ഞാൽ മതി തുണി ഭാഗത്തേക്ക്. അതാണ് ഇൻ തവഹമ അവൻ ധരിക്കുകയാണെങ്കിൽ ഹുസൂല മുഖദ്ദിരിൻ ലഹു ആ അരയുടുപ്പിലേക്ക് വല്ല മാലിന്യവും മ്ലേച്ഛതയും എത്തിയിട്ടുണ്ട് എന്ന് അവൻ ധരിക്കുകയാണെങ്കിൽ അവൻ്റെ അരയുടുപ്പിലേക്ക് ആ വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തെ കുടയലും സുന്നത്താണ്. എന്തിനു വേണ്ടിയിട്ട്? ദഫ്അൻ ലിൽ വസ്വാസ് വസ്വാസിനെ തടയാൻ വേണ്ടിയിട്ട്. ഇനി ഇതും കൂടെ പറഞ്ഞു നിർത്താം. 36 അയ്യഖൂല അവൻ പറയലും സുന്നത്താണ്. അഖിബൽ വുദൂഇ വുദൂഇൻ്റെ ഉടനെ അവൻ പറയലും സുന്നത്താണ്. മുസ്തഖ്ബിലിൽ ലിൽ ഖിബ്ല ഖിബ്ലയിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ വുദൂഇൻ്റെ ഉടനെ പറയലും സുന്നത്താണ്. എങ്ങനെ പറയണം? റാഫിഅൻ യദൈഹി അവൻ്റെ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട്, വബസറഹു അവൻ്റെ കണ്ണും ഉയർത്തിക്കൊണ്ട്, ഇലസമായ ആകാശത്തിലേക്ക് അവൻ്റെ 2 കൈകളും അവൻ്റെ 2 കണ്ണുകളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വുദൂഇൻ്റെ ഉടനെ അവൻ പറയണം. ഇനിയോ ആകാശത്തിലേക്ക് ഉയർത്തണം എന്ന് പറഞ്ഞില്ലേ? വലൗകാന ഫീ ദുൽമത്തിൻ അത് ഇരുട്ടിലാണെങ്കിലും ശരി, ശക്തമായ കൂരിരുട്ട് എങ്കിലും ആകാശത്തിലേക്ക് എന്ത് ചെയ്യണം? കണ്ണും
കൈയും ഉയർത്തണം. ആകാശം കാണാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ ആ ആകാശം കാണാൻ വേണ്ടി ഉയർത്തണം എന്ന് പറഞ്ഞല്ലേ, പിന്നെയോ അതൊന്ന് ഒരു ബഹുമാനത്തിന് വേണ്ടിയിട്ട് മേൽപോട്ടേക്ക് ഉയർത്തണം. ശരിയല്ലേ? ഒരു ആദരവിന് വേണ്ടിയിട്ട് ഇരു കൈകളും കണ്ണും രണ്ട് കൈകളും മേൽപോട്ടേക്ക് ഉയർത്തണം. അത്രേ ഉദ്ദേശമുള്ളൂ. അതാണ് വലൂഖാന അവനാണെങ്കിലും ശരി, ഫീ ദുൽമത്തിൻ ഇരുട്ടിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ കാന അഅ്മ അവൻ അന്ധനാണെങ്കിലും ശരി, അന്ധനാവട്ടെ കൂരിരുട്ടിലാവട്ടെ, എങ്ങനെയാണെങ്കിലും വുളൂവിൻ്റെ ഉടനെ എന്ത് ചെയ്യണം? രണ്ട് കൈകളും രണ്ട് കണ്ണുകളും മേൽപോട്ട് ഉയർത്തണം. ഈ അഅ്മ എന്ന് പറഞ്ഞാൽ ആര്? അന്ധൻ, കുരുടൻ എന്ന് പറയുന്നില്ല, ബ്ലൈൻഡ്, കണ്ണ് കാണാത്തവൻ. അപ്പം അന്ധന് മേൽപോട്ട് ഉയർത്തിക്കുന്നത് കാണോ? അവൻ മേൽപോട്ട് ഉയർത്തിയാലും താഴോട്ട് ഉയർത്തിയാലും എല്ലാം കണക്ക് തന്നെ. പക്ഷെ ഒന്നും കാണാൻ പറ്റുമോ? പക്ഷെ എന്നാലും അതിൻ്റെ മര്യാദ എന്താണ്? മേൽപോട്ട് കണ്ണിങ്ങനെ ഉയർത്തണം. കാണുന്നുണ്ടോ ഇല്ലേ എന്ന് അവിടെ നമുക്ക് ചർച്ചയില്ല, ഡിസ്കഷൻ, എന്താ പോയിന്റ് ഓഫ് ഡിസ്കഷൻ അല്ല. കണ്ണെന്ത് ചെയ്യണം? മേൽപോട്ടേക്ക് ഉയർത്തണം. അതേമാതിരി ഇരുട്ടിലാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം. മേൽപോട്ടേക്ക് കണ്ണും രണ്ട് കൈകളും ഉയർത്തണം. അതാണ് വലൂഖാൻ അവനാണെങ്കിലും ഫീ ദുൽമത്തിന് ഇരുട്ടിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ കാന അവനാണെങ്കിലും ശരി, അഅ്മ അന്ധനാണെങ്കിലും, അവൻ ഇരുട്ടിലാണെങ്കിലും രണ്ട് കൈകളെയും കണ്ണിനെയും മേൽപോട്ടേക്ക് ഇലസ്സമായി ആകാശത്തിലേക്ക് ഉയർത്തണം. മേൽപോട്ടേക്ക് ഇലസ്സമ എന്ന് പറഞ്ഞാൽ മേൽപോട്ടേക്ക് നിർത്തും. എന്നിട്ട് എന്ത് പറയണം? അങ്ങനെ അയ്യക്കൂൽ അവൻ പറയണമെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് വുളൂ ചെയ്ത ഉടനെ ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് രണ്ട് കൈകളും കണ്ണുകളും മേൽപോട്ടേക്ക് ഉയർത്തിയിട്ട് അവൻ എന്ത് പറയണം? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم എന്ന് ചെല്ലൽ സുന്നത്താണ് വുളൂവിൻ്റെ ഉടനെ. ചെല്ലാറുണ്ടോ റൗഫ്ക? ഇനി മുതൽ സമയം കിട്ടുകയാണെങ്കിൽ ചെല്ലണം കേട്ടോ. സമയം കിട്ടൂല എന്ന് പറഞ്ഞാൽ നമുക്ക് മരണം വരെ സമയം കിട്ടൂല. എല്ലാവർക്കും എല്ലാ സമയത്തും തിരക്ക് തന്നെയാണ്. നമ്മൾ സമയം ഉണ്ടാക്കലാണ്. നമ്മളെ ആഖിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭൗതികമായ തിരക്കിനിടയിൽ ആഖിറത്തിന് സമ്പാദിക്കാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ല. ഒന്നത് ചെല്ലിയേ നോക്കിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وصلى الله على سيدنا محمد وعلى آله وصلى الله على سيدنا محمد وعلى آله وصحبه وسلم إن شاء الله. അതേപോലെ അടുത്ത കണ്ടില്ലേ 37-ാമത്തേത് അയ്യഖറ സൂറത്തുൽ ഖദ്രി. അയ്യഖറ അവൻ ഓതലും സുന്നത്താണ് സൂറത്തുൽ ഖദ്രി. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 3 തവണ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 3 തവണ ഓതലും സുന്നത്താണ്. 3 തവണ ഓതലും സുന്നത്താണ്. ഇനിയോ 38-ാമത്തെ അതിൻ്റെ ശേഷം ഈ നമ്മൾ ദുആ ചെയ്തതിന് ശേഷം മേൽപോട്ടേക്ക് കൈയും കണ്ണും ഉയർത്തിയിട്ട് ദുആ ചെയ്തതിന് ശേഷം ഈ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് 3 തവണ ഓതണം. മനസ്സിലായില്ലേ? ആ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇനി 38-ാമത്തേത് അർറകഅതാനി ബഅദഹു. അർറകഅതാനി 2 റക്അത്ത് നിസ്കരിക്കലും സുന്നത്താണ്. ബഅദഹു വുളൂഇന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കലും സുന്നത്താണ്. വുളൂഇൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് നിയ്യത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇനിയോ നോക്ക് തഫൂതാനി. ഇനി നോക്ക്
ഇനി നോക്ക്, വതഫൂത്താനി ഈ 2 റക്അത്ത് നഷ്ടപ്പെട്ടു പോകും, ബിഖൂലിൽ ഫസ്ലി ഇടവേള ദീർഘിക്കൽ കൊണ്ട്. വതഫൂത്താനി ഈ 2 റക്അത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ബിഖൂലിൽ ഫസ്ലി ഇടവേള ദീർഘിക്കൽ കൊണ്ട്. വുളൂ ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ വുളൂവിൻ്റെ സുന്നത്ത് നിസ്കാരം ഇല്ല. വുളൂ കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കേണ്ടത് എപ്പോഴാണ്? വുളൂഇൻ്റെ അവയവത്തിലെ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് വുളൂവിൻ്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്തില്ല, സുന്നത്ത് നിസ്കാരത്തിന് സ്കോപ്പിൽ, അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ വുളൂവിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയം ഏതുവരെയാണ് പരിധി? വുളൂവിൻ്റെ അവയവങ്ങളിലെ വെള്ളം ഉണങ്ങുന്നത് വരെയാണ്. മനസ്സിലായില്ലേ? ഇനിയോ വഖീല പറയപ്പെട്ടിട്ടുണ്ട്, ഒരു ഖീലയുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്, യുസ്തഹബ്ബു സുന്നത്താണ്, അയ്യഖൂല അവൻ പറയൽ, ഇൻദ കുല്ലി ഉളുവിൻ എല്ലാ അവയവങ്ങൾ കഴുകുന്ന സമയത്തും അവൻ പറയൽ സുന്നത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ഷഹാദത്ത് എല്ലാ അവയവങ്ങൾ കഴുകുമ്പോഴും പറയൽ സുന്നത്താണ്. മുഖം കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അതേപോലെ തല തടവുമ്പോഴും ചെവി തടവുമ്പോഴും കാല് കഴുകുമ്പോഴൊക്കെ ഈ ഷഹാദത്ത് കലിമ ചെല്ലൽ സുന്നത്താണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് നല്ലതാണ്. അത്രയും ശക്തമായ സുന്നത്തല്ലെങ്കിലും സുന്നത്താണ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എന്ത് ചെയ്യണം? സമയം കിട്ടുമ്പോഴൊക്കെ ഈ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ വുളൂവിന് ശേഷമുള്ള ദുആവും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 3 തവണയും ഓതാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൻ അമില ബിമാ അലിമ അല്ലമ അല്ലാഹു മാ ലം യഅലം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അല്ലാഹു ഇൽമിൻ നാഫിയാക്കി തരുന്നത്. ആ ഇൽമിനെ കുറിച്ചാണ് എന്ത് പറഞ്ഞത്? ഖബറിൽ ഉപകാരപ്പെടുന്ന ഇൽമി യന്തഫഉ ബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖബറിൽ ഉപകാരപ്പെടുന്ന ഇൽമ് എല്ലാം ഖബറിലേക്ക് ഒരു വ്യക്തി പോകുന്ന സമയത്ത്, തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോയി ഖബറിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് എല്ലാം പിരിഞ്ഞു പോകും. 3 കാര്യങ്ങൾ മാത്രം നിൽക്കും. ഒന്ന്, സാലിഹായ സന്താനം, നമുക്ക് ഉപകാരപ്പെടുന്ന, ഉപ്പയും ഉമ്മയും ഓർത്ത് ദുഃഖിക്കുന്ന, അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യുന്ന, അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന, ദിക്റും സ്വലാത്തും ഹദിയ ചെയ്യുന്ന മക്കൾ, അത് ഖബറിൽ വലിയൊരു മുതൽക്കൂട്ടാണ്. മറ്റൊന്ന് ജാരിയായ സ്വതക്ക, നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്തു, ഫുഖറായിന് വേണ്ടിയിട്ട് നമ്മളൊരു ഭാഗം വഖഫ് ചെയ്തു കൊടുത്തു. പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്വതക്കകളൊക്കെ എന്താണ്? ജാരിയായ സ്വതക്കയാണ്. ഒരു കിണർ കുഴിച്ചു കൊടുത്തു പാവപ്പെട്ടവർക്ക്. അപ്പോൾ അതൊക്കെ എന്താണ്? അതിൻ്റെ പ്രതിഫലം ആ കിണർ നിലനിൽക്കുന്ന കാലത്തോളം, അതിൽ നിന്ന് വെള്ളം കോരുന്ന കാലത്തോളം നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ജാരിയ സ്വതക്കയാണ്. 3-ാമത്തെ കാര്യം ജീവിതത്തിൽ ഉപകാരപ്പെട്ട ഇൽമ്, അതാണ് ഇൽമി യുന്തഫഉ ബിഹി എന്ന് പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെട്ട ഇൽമ് നമ്മളത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഖബറിൽ വലിയൊരു മുതൽക്കൂട്ടാവുകയും വെളിച്ചമാവുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്ന് ഓതിയോ. അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇത് പഠിക്കണം കേട്ടോ. ഏത്? ആ ദുആ, വുളൂവിന് ശേഷം ചെല്ലേണ്ട ദുആ കാണാതെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദിക്കും, ഒന്ന് വായിച്ചു നോക്ക്. സംശയം ഉണ്ടെന്ന് ചോദിക്കണം. നാളെ ഇപ്പോൾ സമയമായോ നിങ്ങൾക്ക്? ഖിറാഅത്തിന്റെ ക്ലാസ് ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഖിറാഅത്തിന്റെ ക്ലാസ് ഇപ്പോൾ തന്നെ ഒരു 20 മിനിറ്റ് ഓതാം. മഞ്ചേശ്വരമല്ല, ഞാൻ കാസർഗോഡ് ഉദുമ നിയോജകമണ്ഡലം. ഉദുമ എന്ന് പറഞ്ഞാൽ നമ്മളെ നീലകണ്ഠൻ, കെ നീലകണ്ഠൻ ആണ് MLA ജയിച്ചത്. കെ നീലകണ്ഠനാണ് പിന്നെ UDFന്റെ സ്ഥാനാർത്ഥി കെ നീലകണ്ഠനാണ് MLA ജയിച്ചത് ഇവിടെ നമ്മളെ മഞ്ചേശ്വരത്ത് ഉദുമയിൽ. മഞ്ചേശ്വരത്ത് അഷ്റഫ്, AKM അഷ്റഫ് MLA, മുസ്ലിം ലീഗിൻ്റെ. അയാൾക്കൊരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു, മാത്രം കിട്ടിയിട്ടില്ല. കാസർഗോഡിലെ മന്ത്രി ഉണ്ടാവുന്നു, അത് AKM അഷ്റഫ് ആവുമെന്നും പ്രതീക്ഷിച്ചു, കിട്ടിയിട്ടില്ല.
ഇപ്പം 2.5 കൊല്ലം ഒരാൾക്ക് കൊടുത്തില്ലേ മുസ്ലിം ലീഗിൻ്റെ, ഒരാൾക്ക് 2.5 വർഷമല്ലേ ഉള്ളൂ, അബ്ദുൽ ഗഫൂർ. ആ 2.5 വർഷം കഴിഞ്ഞാൽ AK മഷ്റഫിനെ മന്ത്രിയാക്കുമെന്നാണ് പറയുന്നത്. ഉദുമ, നമ്മളെ ഉദുമ എന്ന് പറഞ്ഞാൽ LDFൻ്റെ കോട്ടയായിരുന്നു. 35 വർഷമായിട്ട് LDF ജയിച്ചു വന്ന ഒരു സ്ഥലമാണ് ഉദുമ. ഈ വർഷം LDFൻ്റെ ചെങ്കോട്ടകൾ തകർന്നു. എല്ലായിടത്തും പോയി. പ്രത്യേകിച്ച് ഈ കോട്ടകൾ തകർന്നാണ് ഏറ്റവും പ്രശ്നം. മാറി മാറി കളിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവിടെ പ്രശ്നമില്ല. ഉദുമ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരപ്പതിറ്റാണ്ടായിട്ട് LDFൻ്റെ കോട്ടയാണ്, അത് തകർന്നു. കാരണം ഓരോ സതീശൻ്റെ ഓരോ നീക്കുപോക്കുകൾ, ഇരുത്തവും നടത്തവും തിന്നലും എല്ലാം ജനങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടാസ്ക് തന്നെ. അതന്നെ 15-ാം തീയതി. അതേമാതിരി ആശാ വർക്കർ, അംഗൻവാടി വർക്കർ അവരെ വേതനം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് അത് കൂട്ടി. അതേപോലെ കഴിഞ്ഞ പെൻഷന് കുറച്ച് വൈകിയല്ലേ പെരുന്നാൾ സമയത്ത്, ഗഡുക്കളായി കൊടുത്തതല്ലേ. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കി. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയിട്ടില്ല. ജനങ്ങളെ ഇങ്ങനെ നിരന്തരം ജനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അപ്പം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട്. സതീശൻ ഭയങ്കര ടാസ്ക്. കാരണം സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ ജനങ്ങളും കൂടിയാണ്. കാരണം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടാണ് അല്ലേ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നൊക്കെ പേര് വന്ന സമയത്ത് ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അതുകൊണ്ട് ജനങ്ങളെ കണ്ണ് എപ്പോഴും സതീശനെ നടത്തുന്നു. പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടേയിരിക്കും. അവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളീൻ്റെ മകൻ്റെ അടുത്ത് പോയി എന്നുള്ള ഫോട്ടോകളൊക്കെ വന്നിട്ടായി. നടേശൻ മിണ്ടുന്നില്ല. അതേമാതിരി പിന്നെ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളീൻ്റെ അടുത്ത് തന്നെ പോയല്ലോ, തല കുനിച്ചിട്ട്. പിന്നെ ഇദ്ദേഹം ആര്, സതീശന് വീടി വെള്ളാപ്പള്ളീൻ്റെ മകൻ്റെ അടുത്തേക്ക് പോയി. വെള്ളാപ്പള്ളീൻ്റെ മകൻ്റെ പേരെന്ത്, തുഷാർ വെള്ളാപ്പള്ളി. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ജനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഹറക്കാത്തും സെക്കനാത്തും സതീശൻ്റെ ജനങ്ങളെ കണക്ക് പുസ്തകത്തിലുണ്ടാവും. കാരണം തന്നെ ഈ വെള്ളാപ്പള്ളിക്ക് എതിരായിട്ട് നിന്നതുകൊണ്ടാണ് മെയിൻ പോയിന്റ്. വർഗീയത വണ്ടി കയറ്റി ഉസ്താദിന്റെ പരിപാടി നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റേജിൽ പറഞ്ഞില്ല. ആര്, സതീശൻ പറഞ്ഞത്. സതീശൻ പറഞ്ഞു അത് ഒരു മെയിൻ ഘടകമാണ് വെള്ളാപ്പള്ളി അല്ലേ. സതീശനെ മേലെ കയറാനേ ഈ യൂട്യൂബിൽ എത്ര വോട്ട് കിട്ടാനൊക്കെ വലിയൊരു ഘടകമാണ്. വർഗീയതക്കെതിരെയാണെന്ന് പറയുക, എന്നിട്ട് വർഗീയത പറയുന്ന ആളെ കൂടെ കൂട്ടുക, കാറിൽ കൊണ്ടുപോവുക, ഷാളണിയിക്കുക. ഇരട്ടത്താപ്പ് എന്നെല്ലാം പറയുന്നുണ്ട്. ആ കുറച്ചേ പ്രസംഗിച്ചിട്ട് സതീശൻ അത്ര പോയിന്റ് പിണറായിന്റെ നെഞ്ചിലേക്ക് കുത്തുന്ന പോയിന്റുകളാണെന്ന് പറഞ്ഞത്. പിന്നെ ഒന്ന് ഓതി നോക്കൂ. നോട്ട് ചെയ്തിട്ടുണ്ടാ? സംശയങ്ങളൊന്നുമില്ലല്ലോ? ചോദിച്ചാൽ കിട്ടോ? ഇപ്പം നമ്മൾ പറഞ്ഞ ലത്തുമു വജിഹിഹി ബിൽ മാ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? 31-ാമത്തെ ലത്തുമു വജിഹിഹി ബിൽ മാ, 31-ാമത്തത്. വെള്ളം തെറിക്കല്. വെള്ളം തെറിക്കലല്ല, വജിഹി മുഖത്തിലേക്ക് വെള്ളത്തെ അടിക്കുക, എറിയുക. മുഖത്തിലേക്ക് വെള്ളത്തെ എറിയുക. ലത്തുമ പറഞ്ഞ എറിയുക എന്നർത്ഥം. തൻഷീഫ് എന്ന് പറഞ്ഞാൽ എന്താ? 33 തൻഷീഫ്. തോർത്തിക്കളയുക. യെസ്. തോർത്തെടുക്കുക. പിന്നെ തെറിക്കലിൻ്റെ അർത്ഥം, തെറിക്കലിൻ്റെ അറബി റഷാഷാണ്. ഫി മഹല്ലുർ റഷാഷ് എന്ന് പറഞ്ഞില്ല, മഹല്ലുർ റഷാഷ് തെറിക്കുന്ന സ്ഥലം.
ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കുക, സഹായം അഭ്യർത്ഥിക്കുക. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധാരാളിത്തം, അമിതത്വം കാണിക്കുക. കാരണം കൂടാതെ സഹായം അഭ്യർത്ഥിക്കാം. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധാരാളിത്തം, വെള്ളത്തിൽ വെള്ളം കൊണ്ട് ഇസ്രാഫ് കാണിക്കുക. സംസാരിക്കും. ഖുർആൻ പറഞ്ഞത് ഇസ്രാഫ് ചെയ്യുന്നവർ ശൈത്താന്റെ കൂട്ടാളികളെന്നാണ് പറഞ്ഞത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധാരാളിത്തം കാണിക്കുന്നവർ പിശാചിന്റെ ചങ്ങാതിമാരാകുന്നു. തക്കല്ലും എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഇസാർ എന്ന് പറഞ്ഞാൽ അരയുടുപ്പ്. അരയുടുപ്പിലേക്ക് നമ്മൾ അവിടെ അല്ലേ മൂത്രം ഊറ്റിയോന്ന് സംശയം വരുന്നത്? ഷർട്ടിൽ സംശയം വരുമോ? ഷർട്ടിലേക്ക് മൂത്രം ഊറ്റിയോന്ന് സംശയം വരുമോ? തൊപ്പിൽ സംശയം വരുമോ? ഇല്ല. കാരണം നമ്മൾ അവിടെ ഉടുക്കുന്ന വസ്ത്രത്തിലല്ല സംശയം വരൂ. അതുകൊണ്ടാണ് ഇസാർ എന്ന് പ്രയോഗിച്ചത്. ദുൽമത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ആമ എന്ന് പറഞ്ഞാൽ അന്ധത. ആമ എന്ന് പറഞ്ഞാൽ അന്ധത. അന്ധൻ, ആമ എന്ന് പറഞ്ഞാൽ അന്ധൻ, ആ വ്യക്തിയാണ് ആമ. ഉമ്മി എന്ന് പറഞ്ഞാൽ അന്ധത. ഉമ്മി എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്നെസ്, അന്ധത. ആമ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, അന്ധൻ. നമ്മളെവിടെ എത്തി? ഏത് സൂറത്താ? സൂറത്തുൽ മുഅ്മിനൂൻ. യെസ്, 90-ാമത്തെ ആയത്തല്ലേ? ഓതിക്കോളി. 90-ാമത്തെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل أتيناهم بالحق وإنهم لكاذبون. بل أتيناهم بالحق. بل أتيناهم بالحق وإنهم لكاذبون. ഹക്കി എന്ന് പറഞ്ഞാൽ കേട്ടോ, ഹക്ക് എന്നല്ല, ഖാഫാണ്. കാഫ് വന്നു കഴിഞ്ഞാൽ ചൊറിച്ചിൽ എന്നർത്ഥം. ഹക്ക് എന്ന് പറഞ്ഞാൽ ചൊറി എന്നർത്ഥം. ഇത് ഹക്ക്, സത്യം. إذا لذهب كل إله. إذا لذهب كل إله بما خلق ولعلى بعض سبحان الله عما يصفون. عالم الغيب والشهادة فتعالى عما يشركون. قل ربي ലാമിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്തു. തുരിയന്നി നുന്നശയായില്ലേ? തുരിയന്നി മാ യുഅദൂൻ, ചെറിയ മദ്. കണ്ടില്ലേ നുന്നശയാ? കണ്ടില്ലേ? നൂനോട് ചേർത്ത് എഴുതിയിട്ട്. പിന്നെ ഖുർറബി ലാമിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്തു. മഖ്റജുകൾ അടുത്ത രണ്ടക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യുന്നതിന് മുതഖാരിബാനി എന്ന് പറയും. 3 രൂപത്തിലുള്ള ഇദ്ഗാം. ഫിൽ ഖൗമി ളാലിമീൻ.
بالقوم الظالمين وإنا على أن نريك ما نعدهم لقادرون ما نعدهم لقادرون ادفع بالتي هي أحسن السيئة ادفع بالتي هي أحسن السيئة ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون وقل رب أعوذ بك من همزات إلا همزات الشياطين همزات الشياطين yes. وأعوذ بك رب أن يحضرون وأعوذ بك رب أن يحضرون وأعوذ بك رب أن يحضرون حتى إذا جاء أحدهم الموت قال رب ارجعون അവിടെ നോക്കി അവിടെ രണ്ട് ഹംസ ഉണ്ട് അഹദഹുമുൽ മൗത്ത് അഹദഹുമുൽ രണ്ട് ഹംസും ക്ലിയർ ആയി കേൾക്കണം ഒന്നേ കേട്ടിട്ടുള്ളൂ അഹദഹുമ എന്ന് പറഞ്ഞാൽ അഹദഹും എന്ന് പറഞ്ഞാൽ ഒന്നേ കേട്ടിട്ടുള്ളൂ അഹദഹുമുൽ أحدهم الموت قال رب ارجعون ജാഅന്റെ മദ്ദ് ഏതാ? ജാഅന്റെ മദ്ദ് വലിയ മദ്ദ് അത് ഏതാണ്? മദ്ദിന്റെ പേരെന്താ? മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തൊട്ടടുത്ത് ഹംസ് വന്നാൽ ഉണ്ടാകുന്ന മദ്ദ് ഏതാ? മറന്നുപോയല്ലോ. മദ്ദുൽ മുത്തസിൽ എന്ന് പറഞ്ഞു നമ്മള്. തൊട്ടടുത്ത അപ്പൊ ഹത്ത ഇത അത് മുൻഫസിലാണ്. ഹത്ത ഇത കാരണം ഹത്ത എന്ന പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരുന്നു, ഇത എന്ന പദത്തിന്റെ തുടക്കത്തിൽ ഹംസ് വരുന്നു. അടുത്ത പദം ഹത്ത ഇത എന്നുള്ള മദ്ദ് മുൻഫസിലാണ്, കാരണം രണ്ട് പദങ്ങളിലായിട്ട് വന്നു. ജ എന്നുള്ളത് മുത്തസിലാണ്. അതേ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം സെയിം വേർഡിൽ തൊട്ടടുത്ത് ഹംസ് വന്നു. لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها كلا إنها كلمة هو قائلها إنها كلمة هو قائلها ورائهم برزخ ومن ورائهم برزخ മണിക്കേണ്ട മണിക്ക് സാക്കിനായ നൂന് സാക്കിനായ മീമിന്റെ നിയമങ്ങളൊക്കെ. ബർസഖുൻ അല്ല ബർസഖുൻ. ومن ورائهم برزخ إلى يوم يبعثون. ومن ورائهم برزخ إلى يوم يبعثون.
فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. Yes. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. ومن ثقلت فمن ثقلت موازينه ثقلت അല്ല ثقوا قو 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 ثقوا قافന് ضم ثقلت موازينه فأولئك هم المفلحون. yes. ومن خ തൊണ്ടയുടെ മേൽഭാഗത്ത് വരണം ഖീഖു ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. فيها എന്ന് വേണ്ട فيها കനമില്ലാത്ത ഹ ഹ ഹി ഹു. وهم فيها خالدون. ألم تكن آياتي തുത്തില എന്ന് വേണ്ട കേട്ടോ തുത്തില താഴ് അറബിയിലെ താഴ് പറയുമ്പോൾ കാറ്റ് പുറത്തു വരൽ നിർബന്ധമാണ് തുത്തില ആയാതി തുത്തില അലൈക്കും آياتي تتلى عليكم فكنتم بها تكذبون. قالوا ربنا غلبت علينا തായിനിക്ക് സുക്കൂൻ വരുമ്പോൾ കൽക്കലത്ത് കൊടുക്കരുത്. غلبت علينا شقوتنا കൗമദ്ദാന്നില്ലല്ലോ. കൗമദ്ദാ എന്ന് പറഞ്ഞാൽ ബാദിന് ഷദ്ദ് വരണം. ബാദിന് ഷദ്ദ് ഉണ്ടാ കൗമദ്ദാല്ലീൻ അവിടെ ഇഖ്ഫാ ചെയ്യണം. തൻവീനേശം ബാദ് വന്നു കൗമദ്ദാല്ലീൻ. ربنا أخرجنا منها فإن عدنا فإنا ظالمون. قال പറ്റൂല. قال കനം വരട്ടെ. قال اخسئوا قال اخسئوا فيها ولا تكلمون إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين. ഒന്നുകൂടെ. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ. നീട്ടാനുള്ള നീട്ടി മണിക്കാനുള്ള മണിച്ചിട്ട്. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ഫഗ്ഫിർ ലനാ
واغفر لنا وارحمنا وأنت خير الراحمين. യെസ്, വെരി ഗുഡ്. നേരെ നോക്കിയ ഹർക്കത്ത് നോക്കിയ ദാലിനിക്ക് സുക്കൂന് ഫത്തഖദ് അല്ല, ഫത്തഖദാന്നില്ല, ഫത്തഖദ്തുമൂഹും, ദാലിന് സുക്കൂൻ, ഫത്തഖദ്തു. സിഖ്രിയൻ ഹത്ത وكنتم منهم تضحكون. تضحكوا ولا قاف ولا كاف؟ تضحكون. إني جزيتهم اليوم بما صبروا أنهم هم الفاعزون. فاعي ولا فائي؟ فائزون. ونقول إني جزيتهم اليوم هم الفاعزون بما صبروا أنهم هم الفائزون. متصل. بما صبروا أنهم هم الفائزون. متصل. فائز متصل يا مد. قال كم لبثتم في الأرض عدد سنين. Yes. قالوا لبثنا يوما أو بعض يوم فاسأل العادين. ولي مد. فاسأل العادين. قال إن മണിക്കരുത്. ലാമ് വന്നാൽ മണിക്കരുത്. ഇദ്ഗാം ബിലാ ഗുന്ന. മണിക്കരുത്, നൂന് കേൾക്കരുത്. ഇല്ല. ആ നൂന് കേൾക്കരുത്. ഇൻ ലബിസ്തു എന്ന് വരരുത്. ഇല്ല നൂനില്ലേ ഇല്ല. ശബ്ദുള്ള ലാമ് മാത്രമായിട്ട് പറഞ്ഞേ. അങ്ങനെയാണ്. لو أنكم كنتم تعلمون ഹസിബ്തും പറ്റോ? ഹസിബ്തും ഖൽഖലത്ത് ബ എനിക്ക് ബ أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا يرجعون. وأنكم إلينا لا ترجعون. يس. وتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. قريم لا رب العرش الكريم. رب العرش الكريم. قاف ولا كاف؟ رب العرش الكريم. ومن يدعو مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. Yes. وقل رب اغفر وارحم. وقل رب اغفر وارحم وأنت خير الراحمين. وقل رب اغفر وارحم وأنت خير الراحمين. وقل رب اغفر وارحم وأنت خير الراحمين. صدق الله العظيم.
ചെറിയൊരു ഗ്യാപ്പ് വന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നറിയില്ല. സൂറത്തുൽ മുഅ്മിനൂൻ കഴിഞ്ഞു. സദഖല്ലാഹുൽ അദീം. ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ എങ്ങനെ, വ്യാഴാഴ്ച വെള്ളിയാഴ്ച എപ്പോ? അല്ല, വെള്ളി ശനി രണ്ട് ക്ലാസ് ആകാം. മൂപ്പരന്ന് പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ ഫ്രീ ആവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നോക്കാം. അസ്സലാമു അലൈക്കും.